Hi dear students, welcome back to Future Plus Academy. പൊതുവെ എക്സാം ആവുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കുള്ള സംശയമാണ് മിസ്സേ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല, എങ്ങനെ തുടങ്ങണം എന്നറിയില്ല, എത്ര സമയം എടുത്ത് നമ്മൾ പഠിക്കേണ്ടി വരും എന്നുള്ളത് അറിയില്ല. സോ അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. 5 effective study tips. ഓക്കെ, സോ ടിപ്പ് നമ്പർ 1, നോ യുവർ സിലബസ്. നമ്മൾക്ക് ഏത് പേപ്പറാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവണം. അതായത് പഠിക്കാനുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ഓരോ വിഷയങ്ങളിലും ഏതൊക്കെ പോർഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതും ഏതൊക്കെ പോർഷന് ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ടിപ്പ് നമ്പർ 2, മേക്ക് യുവർ ഓൺ സ്റ്റഡി പ്ലാൻ. നിങ്ങളുടെ റൂട്ടീൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കാണ് വ്യക്തമായിട്ട് അറിയാം അല്ലേ? നിങ്ങൾ രാത്രി ഇരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരാണോ, രാവിലെ ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളോ എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. സോ നിങ്ങളതായിട്ടൊരു റൂട്ടീൻ സെറ്റ് ചെയ്യുക. ഏത് സമയത്താണ് പഠിക്കുന്ന സമയം എഫക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 3, ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ട്സ്. ഇതുപോലുള്ള സ്റ്റിക്കി നോട്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ കോൺസെപ്റ്റ്സ് എഴുതി വെച്ച് നിങ്ങൾ എവിടെയെങ്കിലും വാളിലോ അതില്ലെങ്കിൽ പോലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട്സിലോ ഒക്കെ നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ എക്സാമിൻ്റെ ലാസ്റ്റ് സമയത്ത് അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ റിവൈസ് ചെയ്യാൻ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആവും. ഓക്കെ, അടുത്തത് ടിപ്പ് നമ്പർ 4, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ക്വൈറ്റ് കോമൺലി നോൺ ആസ് PYQ എന്ന് പറഞ്ഞിട്ട് എഫക്റ്റീവായിട്ട് എല്ലാ എക്സാംസിനും അത് ഏത് എക്സാമിനേഷൻ ആണെങ്കിലും ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടിപ്പാണ്. അതായത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അത് റെഫർ ചെയ്ത് ഏതാണ് ഏരിയ, ഫോക്കസ് ഏരിയ എന്നുള്ളത് മനസ്സിലാക്കി അത് മാത്രം പഠിച്ചു പോവുകയാണെങ്കിലും നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ടിപ്പ് നമ്പർ 5, ദാറ്റ് ഇസ് റിവിഷൻ. ഏത് എക്സാമിനേഷൻ ആണെങ്കിലും അവസാന നിമിഷങ്ങളിൽ പ്രോപ്പറായിട്ട് നമ്മൾ റിവിഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് വിൽ ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്, നല്ല കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും. സോ ഈ പറഞ്ഞിട്ടുള്ള 5 ടിപ്സ് ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ച് എക്സാം എഴുതുകയാണെങ്കിൽ ഐ എം ഡാം ഷുവർ യു വിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ എക്സാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എഴുതാനും സാധിക്കും. സോ താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്.